ബഷീറിന്റെ ആദ്യത്തെ നോവലായ പ്രേമലേഖനം സിനിമയാക്കിയപ്പോൾ തിരക്കഥ രചിച്ചത് ആരാണ്? ബഷീറിന്റെ ആദ്യത്തെ നോവലായ പ്രേമലേഖനം സിനിമയാക്കിയപ്പോൾ തിരക്കഥ രചിച്ചത് ആരാണ്? പി എ ബക്കർ. പി എ ബക്കർ. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന UPHS വിഭാഗം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ബഷീർ ദിന ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പ്രേമലേഖനം സിനിമ സംവിധാനം ചെയ്തതാര്? പ്രേമലേഖനം സിനിമ സംവിധാനം ചെയ്തതാര്? പി എ ബക്കർ. പി എ ബക്കർ 1985. 2017 ബഷീറിന്റെ പ്രേമലേഖനം എന്ന പേരിൽ ബഷീറിന്റെ കൃതി സിനിമയാക്കിയ സംവിധായകൻ. 2017 ബഷീറിന്റെ പ്രേമലേഖനം എന്ന പേരിൽ ബഷീറിന്റെ കൃതി സിനിമയാക്കിയ സംവിധായകൻ അനീസ് അൻവർ. അനീസ് അൻവർ. ബഷീർ രചിച്ച നീലവെളിച്ചം എന്ന കഥ സിനിമയാക്കിയപ്പോൾ എന്താണ് പേരിട്ടത്? ബഷീർ രചിച്ച നീലവെളിച്ചം എന്ന കഥ സിനിമയാക്കിയപ്പോൾ എന്താണ് പേരിട്ടത്? ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം സിനിമ സംവിധാനം ചെയ്തതാര്? ഭാർഗവീ നിലയം സിനിമ സംവിധാനം ചെയ്തതാര്? എ വിൻസെന്റ്. എ വിൻസെന്റ് 1964. ബാല്യകാല സഖി സിനിമ 1967 ആദ്യമായി സംവിധാനം ചെയ്തതാര്? ബാല്യകാല സഖി സിനിമ 1967 ആദ്യമായി സംവിധാനം ചെയ്തതാര്? ശശികുമാർ. ശശികുമാർ ആണ് ബാല്യകാല സഖി എന്ന സിനിമ ആദ്യമായി സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത്. ബാല്യകാല സഖി 2014 സിനിമയായപ്പോൾ സംവിധാനം ചെയ്തതാര്? ബാല്യകാല സഖി വീണ്ടും 2014 സിനിമയാക്കുകയുണ്ടായി. അപ്പോൾ സിനിമ സംവിധാനം ചെയ്തത് ആര്? പ്രമോദ് പയ്യന്നൂർ. പ്രമോദ് പയ്യന്നൂരാണ് 2014 ബാല്യകാല സഖി സംവിധാനം ചെയ്തത്. മതിലുകൾ സിനിമയാക്കിയപ്പോൾ സംവിധാനം ചെയ്തത്? മതിലുകൾ സിനിമയാക്കിയപ്പോൾ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ ആണ് മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത്. തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ ബഷീർ എഴുതിയ കൃതി ഏത്? തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ ബഷീർ എഴുതിയ കൃതി ഏത്? പ്രേമലേഖനം. പ്രേമലേഖനം ആണ് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് ബഷീർ എഴുതിയ കൃതി. ദിവാൻ CP രാമസ്വാമി അയ്യർക്ക് എതിരായി ലേഖനമെഴുതിയ ബഷീറിനെ എന്ത് കുറ്റം ചുമത്തിയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചത്? ദിവാൻ CP രാമസ്വാമി അയ്യർക്ക് എതിരായി ലേഖനമെഴുതിയ ബഷീറിനെ എന്ത് കുറ്റം ചുമത്തിയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചത്? രാജ്യദ്രോഹ കുറ്റം. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്. സദാചാര വിരുദ്ധമെന്ന് മുദ്രകുത്തി തിരുവിതാംകൂർ സർക്കാർ നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്ത ബഷീറിന്റെ കൃതി ഏത്? സദാചാര വിരുദ്ധമെന്ന് മുദ്രകുത്തി തിരുവിതാംകൂർ സർക്കാർ നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്ത ബഷീറിന്റെ കൃതി ഏത്? പ്രേമലേഖനം. പ്രേമലേഖനം എന്ന കൃതി തിരുവിതാംകൂറിൽ നിരോധിക്കുകയും സർക്കാർ അതിന്റെ പ്രതികൾ കണ്ടുകെട്ടുകയും ചെയ്തു. പ്രേമലേഖനം എന്ന ബഷീറിന്റെ ആദ്യ നോവലിലെ കഥാപാത്രങ്ങൾ. പ്രേമലേഖനം എന്ന ബഷീറിന്റെ ആദ്യ നോവലിലെ കഥാപാത്രങ്ങൾ കേശവൻ നായർ, സാറാമ്മ എന്നിവരാണ്. കേശവൻ നായർ, സാറാമ്മ. കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ പിറക്കാനിരിക്കുന്ന കുട്ടിക്കായി കണ്ടുവച്ച പേര്. കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ പിറക്കാനിരിക്കുന്ന കുട്ടിക്കായി കണ്ടുവച്ച ഒരു മതത്തിലും പെടാത്ത ഒരു പേര് ആകാശമിഠായി. ആകാശമിഠായി. ജയിലിലെ തൻ്റെ അനുഭവങ്ങൾ ചേർത്ത് ബഷീർ രചിച്ച നോവൽ. ജയിലിലെ തൻ്റെ അനുഭവങ്ങൾ ചേർത്ത് ബഷീർ രചിച്ച നോവൽ.
മതിലുകൾ ജയിലിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഷീർ രചിച്ച നോവലാണ്. മതിലുകൾ എന്ന കൃതിക്ക് ബഷീർ നൽകാൻ ഉദ്ദേശിച്ചിരുന്ന പേരുകൾ എന്തെല്ലാം? മതിലുകൾ എന്ന കൃതിക്ക് ആ പേരല്ലാതെ ബഷീർ നൽകാൻ ഉദ്ദേശിച്ചിരുന്ന വേറെ 2 പേരുകളുണ്ട്. അത് എന്തെല്ലാം? പെണ്ണിൻ്റെ മണം, സ്ത്രീയുടെ ഗന്ധം. പെണ്ണിൻ്റെ മണം എന്ന ഒരു പേരും സ്ത്രീയുടെ ഗന്ധം എന്ന മറ്റൊരു പേരുമാണ് മതിലുകൾ എന്ന കൃതിക്ക് നൽകാൻ വേണ്ടി ബഷീർ ഉദ്ദേശിച്ചിരുന്ന പേരുകൾ. മതിലുകൾ നോവൽ ആദ്യം ഏത് ഓണം വിശേഷാൽ പ്രതിയിലാണ് പ്രസിദ്ധീകരിച്ചത്? മതിലുകൾ എന്ന നോവൽ ആദ്യം ഏത് ഓണം വിശേഷാൽ പ്രതിയിലാണ് പ്രസിദ്ധീകരിച്ചത്? കൗമുദി. കൗമുദിയുടെ ഓണം വിശേഷാൽ പ്രതിയിലാണ് പ്രസിദ്ധീകരിച്ചത്. മതിലുകൾ എന്ന കൃതിയിലെ നായിക നാരായണി ആണ്. നായകൻ ആരാണ്? മതിലുകൾ എന്ന കൃതിയിലെ നായിക നാരായണിയാണ്. നായകൻ ആരാണ്? ബഷീർ. ബഷീർ തന്നെയാണ് മതിലുകൾ എന്ന കൃതിയിലെ നായകൻ. മതിലുകൾ കൃതി അടിസ്ഥാനമാക്കി കരിങ്കൽ ശില്പം ഒരുക്കിയ ശില്പി. മതിലുകൾ കൃതി അടിസ്ഥാനമാക്കി കരിങ്കൽ ശില്പം ഒരുക്കിയ ശില്പി MJ ഇനാസ്. MJ ഇനാസ്. മതിലുകൾ നോവലിനെ അടിസ്ഥാനമാക്കി കരിങ്കൽ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? മതിലുകൾ നോവലിനെ അടിസ്ഥാനമാക്കി കരിങ്കൽ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? ശില്പവാടികയിൽ. ടിപ്പു സുൽത്താൻ കോട്ട, പാലക്കാടുള്ള ടിപ്പു സുൽത്താൻ കോട്ടയിൽ ഒരുക്കിയ ശില്പവാടികയിലാണ് മതിലുകൾ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള കരിങ്കൽ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. താങ്കൾ സ്വതന്ത്രനാണ് എന്ന് ജയിലർ പറയുമ്പോൾ ഹു വാണ്ടഡ് ഫ്രീഡം എന്ന ചോദ്യത്തിൽ അവസാനിക്കുന്ന ബഷീർ കൃതി ഏത്? താങ്കൾ സ്വതന്ത്രനാണ് എന്ന് ജയിലർ പറയുമ്പോൾ ഹു വാണ്ടഡ് ഫ്രീഡം എന്ന ചോദ്യത്തിൽ അവസാനിക്കുന്ന ബഷീർ കൃതി ഏത്? മതിലുകൾ. മതിലുകൾ എന്ന കൃതി ഹു വാണ്ടഡ് ഫ്രീഡം എന്ന കഥാനായകന്റെ ചോദ്യത്തിലാണ് അവസാനിക്കുന്നത്. കൂടുതൽ അറിവിന്, കൂടുതൽ ക്വിസിന് ഉണ്ണീസ് വിജയപാത്ത.